സോ ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്ന് ചാപ്റ്റർ 13 അമീൻസിനെ പറ്റിയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡയസോണിയം സോൾട്ട് എങ്ങനെയിരിക്കുന്നത് മീൻസ് അതിന്റെ സ്ട്രക്ചർ കാണിച്ചു തരാം. നമ്മുടെ ബെൻസീൻ റിംഗ് ആദ്യം വരയ്ക്കും. ഈ ബെൻസീൻ റിംഗിൽ N2 പ്ലസും അതുപോലെ തന്നെ X മൈനസും ആയിട്ടായിരിക്കും നമ്മുടെ ഡയസോണിയം സോൾട്ട് ഇരിക്കുന്നത്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, അതുപോലെ തന്നെ Br(F4- ആകാം, അതുപോലെ HSO4- ആകാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഡയസോണിയം സോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ കൂടി നോക്കിയാലോ. അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അനിലീനെ എടുക്കും. ബെൻസീൻ റിംഗിലേക്ക് NH2 വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം, അനിലീൻ കിട്ടാം. അപ്പൊ നമ്മൾ അനിലീനെ എടുത്തു. ഈ അനിലീനിലേക്ക് നമ്മൾ NaNO2ഉം അതുപോലെ HClഉം ആഡ് ചെയ്യാണ്. അനിലീനിലേക്ക് NaNO2ഉം അതുപോലെ തന്നെ HClഉം ആഡ് ചെയ്തു. ഇവിടെ നമ്മളൊരു ടെമ്പറേച്ചർ കൊടുക്കുന്നുണ്ട്, ദാറ്റ് ഈസ് 273 to 278 കെൽവിൻ. അപ്പൊ ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അനിലീൻ എന്തായിട്ട് മാറും, നമുക്ക് ഡയസോണിയം സോൾട്ട് ഇവിടെ കിട്ടും. നമ്മുടെ ഡയസോണിയം സോൾട്ട് ഇവിടെ ഫോം ചെയ്യും. N2 പ്ലസും Cl- ആയിട്ടുള്ള ബെൻസീൻ ഡയസോണിയം സോൾട്ട് നമുക്ക് ഇവിടെ കിട്ടും. ബെൻസീൻ ഡയസോണിയം, ഇവിടെ Cl ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, ക്ലോറൈഡ് എന്ന് എഴുതി. അപ്പൊ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതേ നമ്മൾ അനിലീൻ എടുത്തിട്ടുണ്ട്. അനിലീനിലേക്ക് NaNO2 പ്ലസ് HCl ആഡ് ചെയ്തു. അതുപോലെ നമ്മൾ ഇതേ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടി. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയാലോ. അപ്പൊ നോക്കിക്കേ, നമ്മൾ മിസ് ഇപ്പൊ പറഞ്ഞ ഈ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അനിലീൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് NaNO2ഉം HClഉം ഒരു ടെമ്പറേച്ചറും നമ്മൾ കൊടുക്കണം. അപ്പൊ നമുക്ക് ആരെ കിട്ടി, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് കിട്ടി. ആൻഡ് ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയസോട്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ആൾക്കാരെ ഉണ്ടാക്കാം. ഒരു 10ഓളം റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് അതുപോലെ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കിയാലോ. ആദ്യം മിസ് എടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് Cu2Cl2 ബാർ HCl. ഓക്കെ, ഇവരെ രണ്ടുപേരെയും നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഇവിടെ നമ്മുടെ ഇയാള് ഇവിടെ നിന്ന് പോയിട്ട് ആര് കയറും, Cl കയറും. അപ്പൊ Hന്റെ അടുത്ത് ആരാണെന്ന് നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് HCl ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡില് N2 പ്ലസും Cl- പോയിട്ട് Cl അവിടെ കയറും, നമുക്ക് ക്ലോറോ ബെൻസീൻ അവിടെ കിട്ടും. ഇനി ഇതിന് പകരം നമ്മൾ എടുത്തിരിക്കുന്നത് Cu2Br Cu2Br2 ബാർ HBr ആണെന്ന് വിചാരിക്കാം. Br ആണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, യെസ്, ബ്രോമോ ബെൻസീൻ ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ ബെൻസീൻ റിംഗിലേക്ക് കയറുന്നത് ബ്രോമിൻ ആയിരിക്കും. ഇനി ഇതിന് പകരം നമ്മൾ എടുത്തിരിക്കുന്നത് CuCN ബാർ HCN ആണെന്ന് വിചാരിക്കാം. അപ്പൊ ആരായിരിക്കും കയറുക, നമ്മുടെ CN ആയിരിക്കും കയറുന്നത്. നമുക്ക് സൈനോ ബെൻസീനെ ആയിരിക്കും നമുക്ക് കിട്ടാം. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്താൽ മതി. നമ്മൾ HCl HBr Hന്റെ കൂടെ ആരാണെന്ന് നോക്കാം, അയാളായിരിക്കും നമ്മുടെ ബെൻസീൻ റിംഗിലേക്ക് കയറുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, സാൻ മേയേഴ്സ് റിയാക്ഷൻ എന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഇത് പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഡയസോണിയം സോൾട്ട് എടുത്തു, ഇതിലേക്ക് Cu2Cl2 ബാർ HCl ആണെങ്കിൽ നമുക്ക് ക്ലോറോ ബെൻസീൻ കിട്ടും. അതേസമയം Cl പകരം Br ആണ് എടുത്തെങ്കിൽ നമുക്ക് ബ്രോമോ ബെൻസീൻ ആയിരിക്കും. Cn ആണ് എടുത്തെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, സൈനോ ബെൻസീൻ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, Ki. ആരായിരിക്കും കയറാ, നമ്മുടെ അയോഡിൻ ആയിരിക്കും കയറാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അയോഡോ ബെൻസീൻ കിട്ടും. ഇനി നമ്മൾ കോപ്പറിന്റെ പ്രസൻസിൽ HBr ആണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ബെൻസീൻ റിംഗിലേക്ക് Br ആയിരിക്കും കയറുന്നത്, നമുക്ക് ബ്രോമോ ബെൻസീൻ കിട്ടും. ഇനി കോപ്പറിന്റെ പ്രസൻസിൽ HCl ആണ് എടുത്തിരിക്കുന്നതെങ്കിലോ ക്ലോറിൻ ആയിരിക്കും കയറുന്നത്, അപ്പൊ നമുക്ക് ക്ലോറോ ബെൻസീൻ കിട്ടും. അപ്പൊ ഈ രണ്ട് റിയാക്ഷൻസിനെയും നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, ഇറ്റ് ഈസ് ഗെറ്റർമാൻ റിയാക്ഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. കോപ്പറിന്റെ പ്രസൻസിൽ HClO HBrO എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റിയാക്ഷനെ പറയുന്നതാണ് ഗെറ്റർമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മൾ അങ്ങനെ റിയേജന്റ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് ക്ലോറോ ബെൻസിനും ബ്രോമോ ബെൻസിനും കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫ്ലൂറിന്റെ ആണ് നോക്കുന്നത്. ഫ്ലൂറോ ബെൻസിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഫ്ലൂറോ ബെൻസിൻ ആകെ ഈ ഒരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ HbF4 നമ്മൾ എടുക്കുന്നു, നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അപ്പോൾ നമ്മുടെ ഫ്ലൂറിൻ നമ്മുടെ ബെൻസീനിലേക്ക് കയറാണ്. അപ്പോൾ നമുക്ക് ആരെ കിട്ടി? ഫ്ലൂറോ ബെൻസീനെ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കേ H3PO2 അതുപോലെ തന്നെ വാട്ടറും എടുക്കാണ്. കൂടെ നമ്മൾ CH3CH2OH എന്ന് പറയുന്ന ഒരു ആൽക്കഹോളും കൂടി എടുക്കാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ റിയേജൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? നമുക്ക് ബെൻസീനെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് H3PO2ഉം അതുപോലെ തന്നെ വാട്ടറും പിന്നെ നമ്മളൊരു ആൽക്കഹോളും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? നമ്മുടെ ബെൻസീനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിലേക്ക് വാട്ടർ ആണ് ഒഴിക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് ആരെ കിട്ടും? നമ്മുടെ ഫിനോളിനെ കിട്ടും. OH നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് കയറുന്നു. അതിന് പറയുന്നത് എന്താണ്? ബെൻസീൻ റിങ്ങിലേക്ക് OH വന്നാൽ ഇറ്റ് ഇസ് ഫിനോൾ. അപ്പോൾ നമുക്ക് ഫിനോളിനെ കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു HbF4 വെച്ച് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൂറിൻ കയറും, നമുക്ക് ഫ്ലൂറോ ബെൻസീൻ കിട്ടും എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ HbF4ന്റെ കൂടെ നമ്മൾ NaNO2ഉം കോപ്പറിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആരായിരിക്കും നമ്മുടെ ബെൻസീനിലേക്ക് കയറുന്നത്? ഇറ്റ് ഈസ് NO2 ഗ്രൂപ്പ്, നൈട്രോ ബെൻസീൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് വെച്ചിട്ട് പഠിക്കാനുള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സാൻമേയേഴ്സ് റിയാക്ഷൻ. അപ്പോൾ അവിടെ നമുക്ക് Cu2X2 ആയിരിക്കും. അപ്പോൾ X എന്ന് പറയുമ്പോൾ അവിടെ ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, CN ആകാം. ഓക്കെ, അപ്പോൾ Hന്റെ അടുത്ത് ആരാണോ വരുന്നത് അയാളായിരിക്കും നമ്മുടെ ബെൻസീൻ റിങ്ങിലേക്ക് കയറുന്നത്. പിന്നെ നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് വെച്ച് കണ്ടു, അപ്പോൾ അയോഡോ ബെൻസീൻ കിട്ടി. പിന്നെ നമ്മൾ കണ്ടത് കോപ്പറിന്റെ പ്രസൻസിൽ HClO HBrO എടുക്കുന്നതാണ്, വിച്ച് ഇസ് കാൾഡ് ഗറ്റോമാൻ റിയാക്ഷൻ. അതിനുശേഷം നമ്മൾ ഫ്ലൂറിന്റെ കണ്ടു. ഫ്ലൂറിന് ശേഷം നമ്മൾ ബെൻസീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. പിന്നെ നമ്മൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനോൾ കിട്ടി. അതിനുശേഷം നമ്മൾ എന്താ കണ്ടത്? നമ്മൾ നൈട്രോ ബെൻസീൻ ഉണ്ടാക്കുന്നതും കണ്ടു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന്റെ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ ആണ് നമ്മുടെ കപ്ലിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കപ്ലിംഗ് റിയാക്ഷനിൽ ഇവിടെ നോക്കിക്കേ, മിസ് എന്താണ് എടുത്തിരിക്കുന്നത്? ഇവിടെ മിസ് ഒരു ഡയസോണിയം സോൾട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഡയസോണിയം സോൾട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഡയസോണിയം സോൾട്ടിലേക്ക് മിസ് ഫിനോൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഡയസോണിയം സോൾട്ടിലേക്ക് ഫിനോൾ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ OH വന്നിട്ടുണ്ട്, ഫിനോൾ ആഡ് ചെയ്തിരിക്കുകയാണ് ഇൻ പ്രസൻസ് ഓഫ് OH-. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ ക്ലോറിനും ഹൈഡ്രജനും ഇവിടെ നിന്ന് പോകും. എന്നിട്ട് നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടിയെന്ന് നോക്കാം. പ്രൊഡക്റ്റ് വരയ്ക്കുമ്പോൾ ഇത്രയും ചെയ്താൽ മതി. ആദ്യം 2 നൈട്രജൻ വരയ്ക്കാം. അവർ തമ്മിൽ ഡബിൾ ബോണ്ട് ആണ്. ഓക്കെ, N ഡബിൾ ബോണ്ട് N വരയ്ക്കാം. അപ്പുറത്തും ഇപ്പുറത്തും ബെൻസീൻ റിങ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ബെൻസീൻ റിങ് വരച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസിനെ അങ്ങോട്ട് എടുത്ത് വരയ്ക്കാം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ OH ഉണ്ട്, അപ്പോൾ ഈ OHനെ നമ്മൾ ഇവിടെ എടുത്ത് വരച്ചു. ഇനി ഇപ്പുറത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇവിടെ ആരുമില്ല, അപ്പം അങ്ങനെ തന്നെ ഇടാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചറിൽ പ്രൊഡക്റ്റ് വരയ്ക്കുന്നത്. നടുക്ക് എപ്പോഴും 2 നൈട്രജൻ ഉണ്ടാകും, അവർ നമ്മളൊരു ഡബിൾ ബോണ്ട് ഉണ്ടാകും. നൈട്രജൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ബെൻസീൻ ഉണ്ടാകും. ഇനി ബെൻസീനിൽ ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എടുത്ത് വരയ്ക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേര് കൂടി നമുക്ക് എഴുതാൻ പഠിക്കാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നൈട്രജൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ OH വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഏത് പൊസിഷനാണ്? പാരാ പൊസിഷനിലാണ്. നേരെ ഓപ്പോസിറ്റ് വന്നാൽ ഇറ്റ് ഇസ് പാരാ പൊസിഷൻ. അപ്പോൾ നോക്കിക്കേ, P ഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നമ്മുടെ OH. അപ്പോൾ പാരാ പൊസിഷനിൽ നമ്മുടെ OH, P ഹൈഡ്രോക്സി. ഇനി അസോ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ 2 നൈട്രജൻ വന്നിട്ടില്ലേ, അതിനെയാണ് നമ്മൾ അസോ എന്ന് പറയുന്നത്. അപ്പോൾ P ഹൈഡ്രോക്സി അസോ ബെൻസീൻ. ഇങ്ങനെയാണ് നമ്മൾ പേര് എഴുതാം. ഇനി ഇതിന്റെ കളറും കൂടി പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് ഓറഞ്ച് കളർ. ഓറഞ്ച് കളറാണ്. അപ്പോൾ ഇത് നമ്മൾ മെയിൻ ആയിട്ടും ഡൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും ഈ ഒരു റിയാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു റിയാക്ഷൻ നോക്കിയാലോ. നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഇവിടെ എടുത്തിട്ടുണ്ട്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് അനിലീൻ ആണ്. അനിലീൻ NH2 വരുന്ന നമ്മുടെ അനിലീൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ, ഇവിടെ നിന്ന് Cl-ഉം H-ഉം ഇവിടെ നിന്ന് പോകും. Cl-ഉം H-ഉം ഇവിടെ നിന്ന് പോകും. എന്നിട്ട് എങ്ങനെയാ വരുന്നത് നോക്കിക്കേ, ഇൻ പ്രസൻസ് ഓഫ് H+ വരുമ്പോഴേക്കും
നേരത്തെ വരച്ചതുപോലെ തന്നെ നൈട്രജൻ 2 വരയ്ക്കുക, അവർ തമ്മിൽ ഡബിൾ ബോണ്ട് വരയ്ക്കാം. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ആരുണ്ട്? ബെൻസീൻ റിങ്ങുകളുണ്ട്. പിന്നെ ബെൻസീൻ റിങ്ങിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻസിനെ അങ്ങനെ തന്നെ എടുത്ത് വരയ്ക്കുക. ഇവിടെ NH2 ഉണ്ടായിരുന്നു, ആ NH2നെ ആ ബെൻസീനിലേക്ക് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ സ്ട്രക്ചർ വരുന്നത്. 2 N ഉണ്ട്, അവർ തമ്മിൽ ഡബിൾ ബോണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ബെൻസീൻ, പിന്നെ വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് അങ്ങനെ തന്നെ എടുത്ത് വരയ്ക്കാം. ഇനി ഇതിന്റെ പേരും കൂടെ എഴുതാൻ നമുക്ക് പഠിച്ചാലോ? അപ്പൊ നോക്കിക്കേ, ഈ നൈട്രജന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ NH2 വന്നിരിക്കുന്നത്. അപ്പൊ അത് ഏത് പൊസിഷനിലാണ്? പാരാ പൊസിഷനിലാണ്. അപ്പൊ പാരാ പൊസിഷനിൽ നമ്മുടെ അമിനോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ പാരാ അമിനോ, അത് കഴിഞ്ഞ് ആരാണ്? യെസ്, N ഡബിൾ ബോണ്ട് N എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അസോ ഗ്രൂപ്പ്. അപ്പൊ P അമിനോ അസോ ബെൻസീൻ. ഇനി ഇതിന്റെ കളർ എന്താണ്? ഇറ്റ് ഇസ് യെല്ലോ കളർ ആയിരിക്കും ഫോം ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ പറ്റിയാണ് നമ്മൾ മെയിനായിട്ടും പഠിച്ചത്. അതിന്റെ സ്ട്രക്ചർ നോക്കി, പ്രിപ്പറേഷൻസ് നോക്കി, അതുപോലെ കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ നോക്കി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കപ്ലിംഗ് റിയാക്ഷൻ. അപ്പം അത് നമ്മൾ ഫിനോൾ വെച്ചിട്ടുള്ളതും നോക്കി, അനിലീൻ വെച്ചിട്ടുള്ളതും നോക്കി. അപ്പം അതിൻ്റെ കളറും കൂടി നോട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായെന്ന് മിസ് വിചാരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.